റാൾഫിന് 12 വയസ്സ് പ്രായം. സാധാരണഗതിയിൽ അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കേണ്ടതായിരുന്നു. എന്നാൽ ശാരീരിക വളർച്ചയുണ്ടെങ്കിലും മാനസിക വളർച്ചയില്ലാത്തതുകൊണ്ട് അവൻ 2ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. അവൻ്റെ ടീച്ചർമാർക്കും അവൻ്റെ കൂട്ടുകാർക്കുമൊക്കെ അവനെ വലിയ ഇഷ്ടമായിരുന്നു. കാരണം അവരെല്ലാവരോടും സ്നേഹത്തോടെയാണ് പെരുമാറിയത്. അത്തവണ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരു നാടകം കളിക്കാൻ 2ാം ക്ലാസ്സുകാർ തീരുമാനിച്ചു. അതിൽ റാൾഫിന് ഒരു റോൾ കൊടുക്കണമെന്ന് അവൻ്റെ കൂട്ടുകാർ നിർബന്ധിച്ചപ്പോൾ സത്രം സൂക്ഷിപ്പുകാരൻ്റെ റോളാണ് റാൾഫിന് കിട്ടിയത്. അതിനാവുമ്പോൾ അധികം ഡയലോഗൊന്നുമില്ലല്ലോ. നാടകം ഭംഗിയായി നടന്നു. ഗർഭിണിയായ മറിയവും ജോസഫും തങ്ങൾക്ക് താമസിക്കാൻ ഒരു സത്രം അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്തെത്തുമ്പോൾ ഇവിടെ റൂമില്ല എന്നാണ് റാൾഫ് പറയേണ്ടത്. ഗർഭിണിയായ മറിയവും ജോസഫും വന്നപ്പോൾ റാൾഫ് സംശയലേശം എന്നെ പറഞ്ഞു, ഇവിടെ റൂമില്ല, നിങ്ങൾ കടന്നു പോകൂ. അപ്പോൾ ജോസഫ് തൻ്റെ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഇവൾ പൂർണ്ണ ഗർഭിണിയാണ്. ഈ രാത്രി അവൾക്ക് മുഴുമിപ്പിക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾക്ക് എവിടെയും റൂം കിട്ടിയില്ല. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് ഒരു റൂം തരണേ, കടന്നു പോകൂ, ഇവിടെ റൂമില്ല എന്നായിരുന്നു റാൾഫ് പറയേണ്ടിയിരുന്നത്. പക്ഷെ അവനത് പറയാൻ കഴിഞ്ഞില്ല. അവൻ്റെ ടീച്ചർ അവനോട് വീണ്ടും വീണ്ടും പറഞ്ഞു, റാൾഫ് പറയൂ, കടന്നു പോകൂ എന്ന് ഉറക്കെ പറയൂ റാൾഫ്. അവസാനം റാൾഫ് കടന്നു പോകൂ എന്ന് പറഞ്ഞു. ഉടൻ റാൾഫ് രംഗത്ത് നിന്നും മാറേണ്ടതാണ്. പക്ഷേ റാൾഫ് അവിടെ അനങ്ങാതെ നിന്ന് പൂർണ്ണ ഗർഭിണിയായ മറിയവും ജോസഫും ദയനീയതയോടെ പോകുന്ന രംഗം നോക്കി കണ്ണുനീർ വാർത്തു. ഒരല്പം കഴിഞ്ഞപ്പോൾ റാൾഫ് കൈകൊട്ടിയിട്ട് ജോസഫിനെ വിളിച്ചു പറഞ്ഞു, ജോസഫ് മടങ്ങി വരൂ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ റൂം തരാം. പ്രിയപ്പെട്ടവരെ, ഒരു നാടകത്തിൽ പോലും ഹൃദയശൂന്യതയോടെ പെരുമാറാൻ റാൾഫിന് കഴിഞ്ഞില്ല. സത്രത്തിൽ റൂമില്ലെങ്കിൽ തൻ്റെ റൂം അവർക്ക് താമസിക്കാൻ കൊടുക്കാൻ, ക്രിസ്തുവിന് പിറക്കാൻ, ഉണ്ണി ഈശോയ്ക്ക് പിറക്കാൻ തൻ്റെ റൂം കൊടുക്കാൻ റാൾഫ് തയ്യാറായിരുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിൻ്റെ ആഘോഷത്തിൽ ആടിത്തിമിറക്കുന്ന നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണി യേശുവിന് പിറക്കാൻ ഒരിടം കൊടുക്കാൻ ആവുമോ? അതിന് നമുക്ക് വേണ്ടത് വലിയ ബുദ്ധിയല്ല, റാൾഫിനെ പോലെ ഹൃദയം നിറയെ സ്നേഹമാണ്.